നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ധർമ്മവ്യാധൻ വെറും വ്യാധൻ ധർമ്മവ്യാധനായി തീർന്നത്, ബ്രഹ്മസ്വരൂപനായി തീർന്നത്, മഹാബ്രാഹ്മണനായി തീർന്നത്. ആ വ്യാധൻ മഹാബ്രാഹ്മണനാണ്. മഹാബ്രാഹ്മണനായി തീർന്നത് അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക എന്നുള്ള പവിത്ര കർമ്മത്താലാണ്. അതാണ് തപസ്. തപസ്സിൻ്റെ മണ്ഡലങ്ങൾ അനേകമാണ്. അത് ധർമാചരണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവരവരുടെ ധർമ്മം അത് വേണ്ടുന്നതായ സന്ദർഭത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ഭംഗിയായിട്ട് തികഞ്ഞ മനസ്സാന്നിധ്യത്തോടുകൂടി അർപ്പണബോധത്തോടുകൂടിയിട്ട് നിർവഹിക്കുന്നതാണ് തപസ്. വേദങ്ങൾ അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കും. ഇവിടെ തൻ്റെ തപസ്സിതാണ് ശുശ്രുവിനെയും ശുശ്രുവിനെയും ശുശ്രൂഷിക്കുക എന്നുള്ളത്. അങ്ങനെ ഈ തപസ്സിനാൽ, അല്ലയോ യുധിഷ്ഠിര, ഞാൻ ഈ കളയവരത്തെ ശോഷിപ്പിക്കും. ഈ കളയവരത്തെ ശോഷിപ്പിക്കും എന്ന് കുന്തി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ 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 ഉള്ളിലേക്ക് കടന്നു പോകുന്നു. കളയവരത്തെ ശരീരത്തെ ശോഷിപ്പിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്ഥൂല ശരീരത്തെ ശോഷിപ്പിക്കും എന്നുള്ള അർത്ഥത്തിൽ മാത്രം നാം ഒതുങ്ങരുത്. സൂക്ഷ്മ കാരണ ശരീരങ്ങളെയും ശോഷിപ്പിച്ച് കാരണശരീരത്തെ പൂർണ്ണമായും ലയിപ്പിച്ച് കാരണശരീരത്തെ പൂർണ്ണമായും ലയിപ്പിച്ച് ആത്മസാക്ഷാത്കാരത്തിൽ എത്തും എന്നുവരെ അതിനർത്ഥമുണ്ട്. ആ അർത്ഥം തന്നെ ഉള്ളിൽ വച്ചുകൊണ്ട് പറയാൻ തക്കവണ്ണമുള്ള തപോബലം ഉള്ള വ്യക്തിത്വമാണ് മാതാവായ കുന്തി. അതുകൊണ്ട് നിവർത്തസ്വ കുരുശ്രേഷ്ഠ, അല്ലയോ കുരുശ്രേഷ്ഠനായിട്ടുള്ളവനെ, കുരുവംശത്തിന് അലങ്കാരമായിട്ടുള്ള മഹനീയ പ്രകൃതിയായ അല്ലയോ മഹാരാജാവേ, അങ്ങ് തിരിച്ചു പോയാലും ഞാൻ ഹസ്തിനാപുരത്തേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കണ്ട, വരില്ല. എൻ്റെ ചുമതല എന്നുള്ള ധർമ്മം എന്നുള്ളത് ഇതാ ശുശ്രുവിൻ്റെയും ശുശ്രൻ്റെയും പാദങ്ങളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു പോയിക്കൊള്ളുക. നിവർത്തസ്വ കുരുശ്രേഷ്ഠ ഭീമസേനാധിഭിസ്സഹ. ഭീമനെയും അർജുനനെയും നകുലനെയും സഹദേവനെയും ദ്രൗപദിയെയും സുഭദ്രയെയും മറ്റെല്ലാ ബന്ധുജനങ്ങളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് അവരെല്ലാം നയിക്കാനുള്ള ചുമതല യുധിഷ്ഠിരനുള്ളതാണ്. അവരെല്ലാം കൂട്ടിക്കൊണ്ട് അല്ലയോ യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങ് മടങ്ങിപ്പോയാലും ധർമ്മേത്തെ ധീയതാം ബുദ്ധി, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ബുദ്ധി ഓരോ നിമിഷത്തിലും ഇളക്കമില്ലാതെ ധർമ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യണം. അതേപോലെ തന്നെ അങ്ങയുടെ മനസ്തു മഹദസ്തു ചഹ, അങ്ങയുടെ മനസ്സ് മാഹാത്മ്യമേറിയതായി തീരട്ടെ, അത്യന്തം വിശാലമായി തീരട്ടെ. ഈ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ, സമസ്ത ചരാചരങ്ങളെയും ഉൾക്കൊള്ളാൻ, എല്ലാറ്റിനെയും താനായി കാണാൻ, എല്ലാറ്റിനെയും സ്നേഹിക്കുവാൻ ശേഷിയുള്ളതായി തീരട്ടെ അങ്ങയുടെ മനസ്സ് എന്ന് ആ അമ്മ വളരെ കൃത്യമായിട്ട് യുധിഷ്ഠിരനോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും നിൽക്കുന്നില്ല. കുന്തി നടക്കുന്നു. കുന്തിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ഗാന്ധാരി നടക്കുന്നു. ഗാന്ധാരിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ധൃതരാഷ്ട്രൻ നടക്കുന്നു. അപ്പുറവും ഇപ്പുറവുമായിട്ട് സഞ്ജയനും വിതുരനും നടക്കുന്നുണ്ട്. മറ്റെല്ലാവരും യുധിഷ്ഠിരൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ട്.
ഏത് വേഗതയിൽ നടന്നു തുടങ്ങിയോ ആ വേഗതയിൽ നടക്കുകയാണ്. കുന്തി തൻ്റെ ഒരു കൈ കൊണ്ട് ഗാന്ധാരിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, തൻ്റെ തോളിൽ ഗാന്ധാരി പിടിച്ചിട്ടുണ്ടല്ലോ. ആ ഗാന്ധാരിയുടെ കരത്തിന് പുറത്ത് കുന്തി തൻ്റെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. ആ യാത്രയ്ക്ക് എങ്ങും ഒരു തടസ്സം ഉണ്ടായില്ല, എങ്ങും നിന്നിട്ടില്ല, നടന്നുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം പറഞ്ഞ്. അങ്ങ് തിരിച്ചു പോയിക്കൊള്ളൂ. കുന്തി ഒരു വിട്ടുവീഴ്ചയും കൂടാതെ തൻ്റെ മക്കളോട് പറഞ്ഞു, അഥവാ കുരു മഹാരാജാവിനോട് പറഞ്ഞു. കുന്തിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പാണ്ഡവന്മാരെല്ലാവരും ദുഃഖിതരായി എന്ന് മാത്രമല്ല ലജ്ജിതരായി. ആ അമ്മയുടെ മനസ്സിൻ്റെ വലിപ്പം കണ്ട് നമ്മളാരും ആ അമ്മയുടെ ആ മനസ്സിൻ്റെ സമീപത്ത് പോലും എത്തിച്ചേർന്നില്ലല്ലോ എന്ന് വിചാരിച്ച്, അമ്മയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇത്രയും നാളുകൊണ്ടും എന്ന് വിചാരിച്ച്, ഇത്രയേറെ പലതും പഠിച്ചെങ്കിലും ആ അമ്മയുടെ തപസ്സിൻ്റെ ബലത്തെ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള പഠിപ്പ് തങ്ങൾക്കുണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വ്രീഡിതാഹ വളരെയേറെ ദുഃഖിതരായി, വളരെയേറെ ലജ്ജിതരായി. വ്രീഡിതാഹ ലജ്ജിതരായി, വളരെയേറെ ലജ്ജിതരായിട്ട് അവർ മെല്ലെ അവരെല്ലാം ആ ഗുരുജനങ്ങളെ വന്ദിച്ച് അവിടെ നിന്നിട്ട് തിരിഞ്ഞിങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുമ്പോഴേക്കും എല്ലാവരും പൊട്ടിക്കരയാണ്. ആ കരച്ചിലിൻ്റെ ശബ്ദം കൊണ്ട് അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു. ആ അവസരത്തിൽ കുന്തിയുടെ മനസ്സിളകിയില്ല, ധൃതരാഷ്ട്രൻ്റെയോ ഗാന്ധാരിയുടെയോ മനസ്സിളകിയില്ല. അവർ അതേ പ്രകാരത്തിൽ നടക്കാൻ. അങ്ങനെ ബന്ധുജനങ്ങൾ തിരിഞ്ഞ് കുറെ ദൂരം ആയിക്കഴിഞ്ഞപ്പോഴേക്കും തതോബ്രവീൻ മഹാതേജ ധൃതരാഷ്ട്രോ അംബികാസുത, അംബികയുടെ പുത്രനായിരിക്കുന്ന മഹാരാജാവ് ധൃതരാഷ്ട്രൻ ഉടനെ തന്നെ പറഞ്ഞു. ആരോട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധാരിയും വിതുരം ചെയ്വ, ഗാന്ധാരിയോടും വിതുരനോടും. അവർ രണ്ടുപേരും അടുത്തുണ്ടല്ലോ. ഗാന്ധാരിയുടെ തോളിലാണ് ധൃതരാഷ്ട്രൻ കൈവച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരോടും മഹാരാജാവായ ധൃതരാഷ്ട്രൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലയോ ഗാന്ധാരി, അല്ലയോ വിതുര, നിങ്ങൾ രണ്ടുപേരും എൻ്റെ വാക്കായിട്ട് കുന്തിയോട് പറഞ്ഞ് കുന്തിയെ ബോധ്യപ്പെടുത്തണം. എന്താ അത്? യുധിഷ്ഠിരസ്യ ജനനി ദേവി സാധു നിവർത്യതാം. യുധിഷ്ഠിരൻ്റെ അമ്മയായിരിക്കുന്ന ദേവിയായിരിക്കുന്ന കുന്തി, അവരെ നിങ്ങൾ എൻ്റെ ഈ വാക്കുകൾ കേൾപ്പിച്ച് അവരെ അതിൽ മനസ്സിലാക്കിച്ച് അവരെ തിരിച്ചയക്കണം. യുധിഷ്ഠിരനോടൊപ്പം, പാണ്ഡവരോടൊപ്പം, ഹസ്തനാപുരവാസികളോടൊപ്പം രാജമാതാവായിട്ട് അവരെ തിരിച്ചയക്കണം, കുന്തിയെ തിരിച്ചയക്കണം. യഥാ യുധിഷ്ഠിരപ്രാഹ തത് സർവം സത്യമേവ ഹി. യുധിഷ്ഠിരൻ എന്താണോ പറഞ്ഞത്, ഏത് പ്രകാരത്തിലാണോ പറഞ്ഞത്, അത് മുഴുവൻ സത്യമാണ്. യുധിഷ്ഠിരൻ്റെ വാക്കിൽ തെറ്റായിട്ടൊന്നും തന്നെയില്ല, യഥാർത്ഥമായിട്ടൊന്നും തന്നെയില്ല. യുധിഷ്ഠിരൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിനെ നാം അംഗീകരിച്ചേ പറ്റൂ. അതിനാൽ കുന്തിയോട് ഇക്കാര്യം പറയണം. പറഞ്ഞ് കുന്തിയെ തിരിച്ചയച്ചാലും യഥാർത്ഥത്തിൽ കുന്തി അവരോടൊപ്പം ഹസ്തനാപുരത്തിൽ വസിക്കേണ്ടതാണ്. പുത്രൈശ്വര്യം മഹദിതം അപാസ്യച മഹാഫലം. പുത്രന്മാർ നേടിയിരിക്കുന്നതായ ഐശ്വര്യം അത് പരിധിയില്ലാത്തതാണ്, വളരെ മഹത്താണ്, വളരെ വലുതാണ്. അനന്തമായ ഐശ്വര്യം അവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ദേവലോകം പോലും അവരുടെ മുന്നിൽ വന്ദിച്ചു നിൽക്കുകയാണ്. ദേവലോകത്തെ രക്ഷിച്ചവരാണ് ഈ കുന്തി പുത്രന്മാർ. മഹാദേവനെ കൈലാസത്ത് പ്രത്യക്ഷപ്പെടുത്തിയവരാണ് ഈ കുന്തിപുത്രന്മാർ. അങ്ങനെ അവരുടെ ഐശ്വര്യം വളരെ മഹത്താണ്, അത് വളരെയേറെ ഫലവത്തുമാണ്. അനേകം പ്രകാരത്തിലുള്ളതായ സൗകര്യങ്ങൾ ഭൗതിക മണ്ഡലത്തിലായാലും ആധ്യാത്മിക മണ്ഡലത്തിലായാലും നൽകുന്നതാണ്
പാണ്ഡവന്മാർക്ക് വശംവദമായിരിക്കുന്നതായ ഐശ്വര്യം, അങ്ങനെ ഇരിക്കുന്നതായി മഹദൈശ്വര്യത്തെ അപാസ്യ തള്ളിക്കളഞ്ഞിട്ട്, ഉപേക്ഷിച്ച് കളഞ്ഞിട്ട്, കാനുഗച്ഛേദ് വനം ദുർഗം പുത്രാൻ ഉത്സൃജ്യ മൂഢവത്. ആരാ കാട്ടിലേക്ക് പോവുക? ഈ പുത്രന്മാരെല്ലാം ഉപേക്ഷിച്ചിട്ട്, അവരുടെ വാക്കുകളെല്ലാം തള്ളിക്കളഞ്ഞിട്ട്, അവരെ പാദങ്ങളിൽ വെച്ച് സമർപ്പിക്കുന്ന ആ ഐശ്വര്യത്തെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ആരാ പോവുക? ബുദ്ധിയില്ലാത്ത ആളുകളിലെ അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ മൂഢനെ പോലെ അങ്ങനെ എല്ലാം കളഞ്ഞിട്ട് കാട്ടിലേക്ക് പോകാൻ പാടില്ല. ലോകത്താരും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് എൻ്റെ വാക്കായിട്ട് കുന്തിയെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കുക. രാജ്യസ്തഥാ തപസ്തപ്തും കർത്തും ദാനവ്രതം മഹത് അനയാ ശക്യമേ വാദ്യ ശ്രൂയതാം ച വചോ മമ. എൻ്റെ വാക്കുകളെ കേട്ടാലും. കുന്തി ആഗ്രഹിക്കുന്നത് തപസ്സാണല്ലോ. ശുശ്രൂവിനെയും ശുശ്രൂനെയും അവർ വസിക്കുന്ന കാനനത്തിൽ അവരോടൊപ്പം വസിച്ച് അവരെ ശുശ്രൂഷ ചെയ്ത് ഞാൻ തപോബലം നേടും എന്നാണല്ലോ കുന്തി പറഞ്ഞത്. തപസ് ചെയ്യാൻ കാട്ടിലേക്ക് വരണ്ട. തപസ് ചെയ്യാനായിട്ട് ഞങ്ങളോടൊപ്പവും വരണ്ട. ശുശ്രൂവിനോടും ശുശ്രൂനോടും ഒപ്പം വരണ്ട. അതിൻ്റെ ആവശ്യമില്ല. ഹസ്തിനാപുരത്ത് ഇരുന്ന് തന്നെ തപസ് ചെയ്യാം. ആ രാജകൊട്ടാരത്തിനകത്തിരുന്ന് തന്നെ തപസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടുള്ള മണിവേദികയാണത്. അവിടെ ഇരുന്ന് തന്നെ തപസ് ചെയ്യാം. ദാനം എന്നുള്ളതായ മഹാകർമ്മം അവിടെ ഇരുന്ന് ചെയ്യാം. ഇതെല്ലാം കുന്തിക്ക് അവിടെ ഇരുന്ന് നിർവഹിക്കാനായി സാധിക്കും. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം കാഠിന്യത്തിലേക്ക് വരണ്ട എന്നുള്ള കാര്യം കുന്തിയെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്കുക എന്ന് ഗാന്ധാരിയോടും വിതുരനോടും പറഞ്ഞു. എന്നിട്ട് ഗാന്ധാരിയോട് വീണ്ടും പറയാണ്, ഗാന്ധാരി പരിതുഷ്ടോസ്മി വധ്വ ശുശ്രൂഷണേന വൈ. നമ്മളുടെ ഈ വധു, നമ്മുടെ പുത്രവധു, ആരാ പുത്രൻ? പാണ്ഡു. അനുജനും പുത്രൻ്റെ സ്ഥാനാണ്. പാണ്ഡുവിൻ്റെ വധുവായ പുത്രവധുവായ ഈ കുന്തി, നമ്മുടെ ഈ വധു ഇത്രയും കാലവും നമ്മെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഭക്തിയോടു കൂടിയിട്ട് ശുശ്രൂഷിക്കുകയായിരുന്നു. കുന്തിയുടെ പുത്രവധുവിൻ്റെ ശുശ്രൂഷ കൊണ്ട് ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ് എന്ന് അല്ലയോ ഗാന്ധാരി നീ പറയൂ കുന്തിയോട്. തസ്മാത് ത്വമേനാം ധർമ്മജ്ഞേ സമനുജ്ഞാതുമർഹസി. അതുകൊണ്ട് അല്ലയോ ഗാന്ധാരി, കുന്തിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ കുന്തിയെ തിരിച്ച് നിർബന്ധമായിട്ട് യുധിഷ്ഠിരാദികളോടൊപ്പം ഹസ്തിനാപുരത്തേക്ക് നീ പറഞ്ഞയക്കണം എന്ന് ഗാന്ധാരിയോട് പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞു. വിതുരനും ഗാന്ധാരിയും കുന്തിയോട് ഇക്കാര്യങ്ങളെല്ലാം മഹാരാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. മഹാരാജാവ് എന്തൊക്കെ പറഞ്ഞു അത് മുഴുവൻ കേൾപ്പിച്ചു. പക്ഷേ കുന്തി അത് കൈക്കൊണ്ടില്ല. നചസ വനവാസായ ദേവി കൃതമതിം തഥാ ശക്നോത്യുപാവർത്തയിതും കുന്തിയും ധർമ്മപരാം സതീം. ധർമ്മപരയായ ധർമ്മം ആചരിക്കുന്നതിൽ അങ്ങേയറ്റം തൽപരയായിരിക്കുന്നതായ സതിയായ സംശുദ്ധ സ്വഭാവത്തോടുകൂടിയവളായ ആ കുന്തിയെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ കുന്തി വനത്തിൽ വസിക്കാൻ വേണ്ടിയിട്ട് കൃതനിശ്ചയയാണ്, നിശ്ചയിച്ചുറച്ചു കഴിഞ്ഞവളാണ്. തൻ്റെ അച്ഛനമ്മമാരോടൊപ്പം ധൃതരാഷ്ട്രനോടും ഗാന്ധാരിയോടുമൊപ്പം. അങ്ങനെയുള്ള കുന്തിയെ ഒരിക്കലും തിരിച്ചയക്കാനായിട്ട് എത്ര പരിശ്രമിച്ചിട്ടും അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഗാന്ധാരിയുടെ വാക്കുകളും വിതുരൻ്റെ വാക്കുകളും ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ പാണ്ഡവന്മാർക്ക് മനസ്സോടു കൂടിയിട്ടാണെങ്കിലും ഹസ്തിനാപുരത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ഈ കാട്ടിലേക്ക് മുന്നിൽ കുന്തി, ആ കുന്തിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഗാന്ധാരിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ധൃതരാഷ്ട്രൻ, കൂടെ
വിതുരനുണ്ട്, അതേപോലെ തന്നെ സഞ്ജയനുണ്ട്, അതേപോലെ മറ്റ് ഏതാനും അനുചരന്മാരുമുണ്ട്. ഉപാവൃത്തേഷു പാർത്ഥേഷു സർവാസ്വേവ വധൂഷു ച. പാർത്ഥന്മാർ, പൃഥയുടെ കുന്തിയുടെ മക്കളായിരിക്കുന്ന പാണ്ഡവന്മാർ തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ, അതേപോലെ തന്നെ എല്ലാ വധുക്കളും ദ്രൗപദിയും സത്യഭാമയും എല്ലാവരും അവരും തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ യയൗ രാജ മഹാപ്രാജ്ഞോ ധൃതരാഷ്ട്രോ വനം തഥാ. മഹാപ്രാജ്ഞനായ മഹാബുദ്ധിമാനായ അറിവുള്ളവനായ രാജാവായ ധൃതരാഷ്ട്രൻ ഗാന്ധാരിയോടൊപ്പം കാനനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഗാന്ധാരിയോടൊപ്പവും കുന്തിയോടൊപ്പവും വിതുരനോടൊപ്പവും സഞ്ജയനോടൊപ്പവും കാനനത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് കുന്തിയുടെ അലോലുപതയാണ്. സർവസൗഭാഗ്യങ്ങളും കുന്തിയുടെ പാദങ്ങളിൽ വന്ന് കുമിഞ്ഞുകൂടിയിട്ടും ആ സൗഭാഗ്യങ്ങളിൽ ഒന്നിലും കൊതിയില്ലാതെ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് സകല ദുഃഖങ്ങളും വിളയാടുന്ന കാട്ടിനുള്ളിലേക്ക്, അവിടുത്തെ കഠിനമായിരിക്കുന്ന ആ തപശ്ചര്യയിലേക്ക്, അത് വലിയൊരു ചുമതല, ശുശ്രൂവിനെയും ശുശ്രൂരനെയും ശുശ്രൂഷിക്കുക എന്നുള്ളൊരു ചുമതലയും ഏറ്റ് പോകുന്ന ആ കുന്തിയുടെ ആ മനസ്സിൻ്റെ ആ പരമമായിരിക്കുന്ന അലോലുപത അത് നാം കാണുന്നു. ഇത്രയേറെ തീക്ഷ്ണമായൊരു മുഹൂർത്തം വ്യാസനല്ലാതെ വേറെ ആർക്കാണ് ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? വ്യാസൻ കൗരവ വംശത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാരും കൗരവന്മാരും ഉൾക്കൊള്ളുന്നതായ ആ ചന്ദ്രവംശത്തിൻ്റെ കഥ പറയുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ കഥ പറയുകയാണ്. ഈ ലോകത്തിലുള്ള ഓരോ രാജ്യത്തിൻ്റെയും കഥ പറയുകയാണ് വ്യാസൻ. ഈ ലോകത്തിലുള്ള ഓരോ കുടുംബത്തിൻ്റെയും കഥ പറയുകയാണ് വ്യാസൻ. ഈ ലോകത്തുള്ള ഓരോ വ്യക്തിയുടെയും കഥ പറയുകയാണ് വ്യാസൻ. അങ്ങനെ ഈ കഥ പറയുന്ന അവസരത്തിൽ അലോലുപതയെ കാണിക്കാൻ ഇതുപോലെ ഇത്ര കണ്ട് കൃത്യമായിട്ടുള്ള ഒരു സന്ദർഭം, അങ്ങേയറ്റം തീക്ഷ്ണമായിട്ടുള്ളൊരു സന്ദർഭം ചിത്രീകരിക്കാൻ വേറെ ആർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. അവിടെയാണ് വ്യാസൻ എന്നുള്ള അമിതബുദ്ധിയായ എഴുത്തുകാരനെ നാം കാണുന്നത്. എഴുത്തുകാരൻ എന്നുള്ളത് ഇന്ന് നമ്മൾ പൊതുവിൽ പറയുന്നതായ ആ അർത്ഥത്തിലല്ല. പരമാത്മാവിനെ വാക്കുകളിലൂടെ ആവിഷ്കരിച്ച് തരുന്നയാളാണ് യഥാർത്ഥ എഴുത്തുകാരൻ. അത് മന്ത്രദ്രഷ്ടാവാണ്. വ്യാസൻ എന്നുള്ള മന്ത്രദ്രഷ്ടാവായ അദ്ദേഹം വേദങ്ങളെ പകുത്തു തന്നയാളുമാണ്. ആ ഋഷിക്ക് തുല്യനായിട്ട് വേറെ ആരുണ്ട് ഈ ലോകത്തിൽ? അവിടെയാണ് ലോകത്തിലെ മഹദദ്ഭുതമായിട്ട് ഈ വ്യാസഭാരതം നമ്മുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത്. അങ്ങനെ ദൈവീ സമ്പത്തിലെ അലോലുപത എന്നുള്ള, ഒന്നിലും കൊതിയില്ലായ്മ എന്നുള്ള ആ ഉദാത്തമായ സ്വഭാവം നാം ഇന്ന് കണ്ടു. ഇനി മാർദ്ദവം ഹ്രീ രചാപലം, മാർദ്ദവം ഹ്രീ അചാപലം എന്നുള്ളതായ ഗുണങ്ങൾ, എന്നീ ധർമ്മങ്ങൾ നമുക്ക് നാളെ രാത്രി 8:30 ഇതേപോലെ ഒരുമിച്ച് കൂടാം, ചർച്ച ചെയ്യാം. അതിന് വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന പരമഗുരു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ ആ മഹാഗുരുക്കന്മാരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിക്കുന്നു. ജയ് സീതാറാം.